കടിപരിഹാര പ്രാർത്ഥനയുമായി ഇതാ വീണ്ടും ഫ്രാങ്കോ. കുറവിലങ്ങാട് മഠത്തിൽ കയറി മഠത്തിലമ്മയെ കൂതാശ നടത്തിയ ഫ്രാങ്കോയെ വിചാരണ കോടതി ബലാത്സംഗം ചെയ്തു എന്നതിന് തെളിവില്ല എന്ന കാരണത്താൽ സംശയത്തിന്റെ നിഴലിൽ വെറുതെ വിട്ടെങ്കിലും വ്യഭിചാരം ചെയ്തു എന്ന കണ്ടെത്തലിൽ വത്തിക്കാൻ ജലന്ധർ രൂപതയുടെ അധ്യക്ഷ പദവിയിൽ നിന്നും ആട്ടിപ്പായിക്കുകയുണ്ടായി. ഒരുവൻ കൂതാശപ്പണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ പദവി തിരിച്ചെടുത്താലും വ്യഭിചാരം ചെയ്ത് പിടിക്കപ്പെട്ടാലും അവൻ്റെ പട്ടത്വം നഷ്ടപ്പെടത്തില്ല എന്ന അളിഞ്ഞ മാമൂലനുസരിച്ച് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ഫ്രാങ്കോ മുളയ്ക്കലിനെ കൊണ്ടുവന്ന് കോട്ടയം കളത്തിപ്പടിക്കലുള്ള ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ കുടിയിരുത്തിയിരിക്കുകയാണ്. അവിടെ ചൊറി കുത്തിയിരുന്ന് മടുത്ത ഫ്രാങ്കോ തണുപ്പും മഴയും ഒക്കെ പിടിച്ച് ഓയിൽ വരെ ഉറഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ പുതിയ ധ്യാനപ്പീര് പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. കടിപരിഹാര പ്രാർത്ഥന എന്നാണ് പുതിയ പരിപാടിയുടെ പേര്. കുട്ടികൾ, വിധവമാർ, കുടുംബം തകർന്നവർ തുടങ്ങി പല സെഗ്മെൻറ്റുകൾ അനുസരിച്ചായിട്ടാണ് ധ്യാനപ്പീര് നടക്കുന്നത്. സമയമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നത്. രാത്രി 8 മുതൽ രാവിലെ 6 വരെയാണ് കടിപരിഹാര പ്രാർത്ഥന. ഫ്രാങ്കോ ഒറ്റയ്ക്കാണ് ഈ പരിപാടി നയിക്കുന്നത്. മറ്റാരെയും അടുപ്പിക്കില്ല അത്രേ. ആർക്കും ഫ്രാങ്കോയെ നേരിട്ട് വിളിച്ച് രാത്രി കുളിച്ച് കുട്ടപ്പനായി കടിപരിഹാര പ്രാർത്ഥനയ്ക്ക് പോകാവുന്നതാണ്. ഇദ്ദേഹം തുടങ്ങിവെച്ച ഇടയനോടൊപ്പം ഒരു രാത്രി പരിപാടിയോടനുബന്ധിച്ചാണ് കുറവിലങ്ങാട് മഠത്തിൽ പണ്ട് പ്രശ്നമുണ്ടാകുകയും ജയിലിൽ വരെ പോകേണ്ടുന്ന അവസ്ഥയുണ്ടായത്. ഇടയനൊരു ഉപഹാരം, അടിമകൾക്കൊരു പലഹാരം എന്ന പദ്ധതിയും വലിയ ശ്രദ്ധ നേടിയിരുന്ന പരിപാടികളിലൊന്നാണ്. ഈ കടിപരിഹാര പ്രാർത്ഥനയെക്കുറിച്ച് വിശദമായി അറിയുവാൻ കൂത്താട്ടുകുളത്ത് നിന്നും കത്തോലിക്ക സഭാംഗമായ ബെന്നി വിളിച്ചത് കേൾക്കുക. പരസ്യം കണ്ട നമ്പറിൽ വിളിച്ചപ്പോൾ ഫ്രാങ്കോ തന്നെയാണ് കോൾ എടുത്തത്. ബെന്നി ഫ്രാങ്കോ മുളയ്ക്കലുമായി നടത്തിയ ആ സംഭാഷണം കേട്ടാലും. ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രം അല്ലേ? അതെയല്ലോ. ഞാൻ അവിടെ ഒരു പരിഹാര ഇതിന്റെ ഒരു ധ്യാനത്തിന്റെ അത് കണ്ടായിരുന്നു. പരിഹാര ആരാധന അത് എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 8 മണി മുതൽ രാവിലെ 6 മണി വരെയാണ്. 8 മണി തൊട്ട് രാവിലെ 6 മണി എല്ലാ ദിവസവും ഉണ്ടല്ലേ? എല്ലാ ദിവസവും ഉണ്ട്. അത് ആൾക്കാർക്ക് ഒത്തിരി ഉണ്ടോ? നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യുകയോ അങ്ങനെ വല്ലതും വേണോ? എങ്ങനെ? നേരത്തെ ബുക്ക് ചെയ്യുകയോ അങ്ങനെ വല്ല ലിമിറ്റഡ് അങ്ങനെ വല്ല ആണോന്ന് ഞാൻ ചോദിച്ചേ. ഇല്ല, ലിമിറ്റഡ് ഒന്നുമില്ല. ആർക്കും ആണെങ്കിൽ എപ്പോ ആണെങ്കിൽ വരാം. അതെ അല്ലേ? അച്ഛന്മാരൊക്കെ ഇത് 8 മണി മുതൽ രാവിലെ 6 മണി വരെ എന്ന് പറയുന്നത് 10 മണിക്കൂറാണ്. ആ 10 മണിക്കൂർ ഓരോ മണിക്കൂറും ഓരോ കൽപ്പനകളുടെ ലംഘനത്തിന്റെ പരിഹാരമായിട്ടാണ് കാഴ്ചവെക്കുന്നത്. അതിൽ പരിഹാരം ചെയ്യുന്നത് കർത്താവാണ്. കർത്താവിന് കൂട്ടിലിരിക്കുക ഗെത്സമനെ തോട്ടത്തില് 3 ശ്ലീഹന്മാര് ഇരുന്ന പോലെ അവർക്ക് 5 മേഖലകളിൽ വിടുതൽ കിട്ടുന്നു. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് അറിയേണ്ട കാര്യം. ഇത് അച്ഛന്മാരെ ഞാനിവിടെ പാലായിന്ന്. അച്ഛന്മാരൊക്കെ ആണോ? അതെയോ? ഹലോ, അല്ല, ഇത് ബിഷപ്പ് ഫ്രാങ്കോ നയിക്കുന്നതാ. അതെയോ? ഓ, ശരി ശരി. ഇത് ഫ്രാങ്കോ പിതാവാണോ സംസാരിക്കുന്നത്? അതെ അതെ, ഞാൻ തന്നെ സംസാരിക്കും. അതെ അല്ലേ. പിന്നെ എന്നാ ഉണ്ട് വിശേഷമൊക്കെ? സൂപ്പറായിട്ടിരിക്കുന്നു. കർത്താവിന്റെ കൂടെ എല്ലാ കാര്യങ്ങളും മുന്നേറ്റ് പോകുന്നു. നമ്മുടെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഇല്ലല്ലോ അല്ലേ? പഴയ പ്രശ്നങ്ങളൊന്നും അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ? എന്തോ നമ്മൾ കേസ് ജയിച്ച് നിൽക്കുന്നതല്ലേ? അത് കേസ് ജയിച്ചാൽ അവരെന്തോ അപ്പീലിനെന്തോ പോയിട്ടുണ്ടെന്ന് തോന്നില്ലയോ? അപ്പീലിന് പോകട്ടെ, ഇത് കുഴപ്പമില്ല. ജഡ്ജ്മെന്റ് എല്ലാവർക്കും വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യം. ഇവര് നുണയാണ് പറഞ്ഞത് എന്നാണല്ലോ കോടതി കണ്ടുപിടിച്ചത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എവിടെയോ ഒരു എണ്ണത്തിനകത്ത് ആരോ ഇങ്ങനെ അപ്പൊ അന്ന് പിതാവിന്റെ ഒരു പ്രസംഗം എന്തോ ഞാൻ പിന്നെ ഈ കോൺവെന്റ് എന്റെ പ്രോപ്പർട്ടിയാണ്, ഞാൻ അവിടെ താമസിക്കുക, എന്താ തെറ്റാന്നൊക്കെ വെച്ചൊരു പ്രസംഗം വന്നു. ആ പ്രസംഗമൊക്കെ അപ്പീൽ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ അത് തന്നെ അപ്പീൽ കോടതിയിൽ ചെന്ന് കഴിയുമ്പോൾ അത് തിരിച്ചടിയായിട്ട് വരും എന്നൊക്കെ പറഞ്ഞൊരു ആരുടെയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്തോ ഞാൻ കണ്ടു. അത് വിവരമില്ലാത്തവർ കുറെ പേര് എഴുതുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് വിവരമില്ലാത്തവരാണല്ലോ. വിവരമുള്ളവർ വളരെ ചുരുക്കം എഴുതാറുള്ളൂ. പിന്നെ ഈ പ്രോപ്പർട്ടി ആരുടെയാണെന്നതൊക്കെ കോടതി ഡോക്യുമെന്റ്സ് വെച്ച് എല്ലാം വിശദമായി പഠിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. അതിനകത്ത് ഞാനിങ്ങനെ കണ്ടുവെച്ചാല് ആ പ്രോപ്പർട്ടിയാണ്, അവിടെ ഞാൻ പോയി താമസിക്കുന്നതിന് എന്താ കുഴപ്പം, ഞാനവിടെ അന്ന് പറയുന്ന ഭാഗമൊക്കെ കോടതി ചെല്ലുമ്പോ തിരിച്ചടിയായിട്ട് വരും. ആ പ്രോപ്പർട്ടി ജലന്ധർ രൂപതയുടെ പ്രോപ്പർട്ടിയാണ്. സിസ്റ്റേഴ്സിന് നോക്കാനായിട്ട് ലീസിന് കൊടുത്തതാണ്. ഓൺ കണ്ടീഷൻ ജലന്ധർ രൂപതയിലെ അച്ഛന്മാരും ബിഷപ്പുമാരും വരുമ്പോൾ അവർക്ക് അവിടെ ഫ്രീ ആയിട്ട് താമസിക്കാനായിട്ട് കൊടുക്കണം എന്നുള്ള കണ്ടീഷനിൽ ആ പ്രോപ്പർട്ടി നോക്കാനായിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്നതാണ്. അതാണ് ഡോക്യുമെന്റ്. ഇനി അവർക്ക് എന്തെങ്കിലും അത് വേണ്ട, അവിടെ പിന്നെ ഇത്
വേണ്ടെന്ന് വെച്ചാൽ പ്രോപ്പർട്ടി അവർ തിരിച്ച് രൂപതയെ ഏൽപ്പിക്കണം. അപ്പോൾ ഇപ്പൊ ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവര് അവരുടെ കോൺവെന്റ് നിർത്തലാക്കി പ്രോപ്പർട്ടി രൂപതയെ തിരിച്ചേൽപ്പിച്ചു. ഈ റിബലായിട്ടുള്ള കന്യാസ്ത്രീകൾ അവിടെ ഇപ്പൊ താമസിക്കുന്നതിന് മാത്രം കോൺവെന്റ് ഇല്ല. അതിൽ ആരൊക്കെയോ മടത്തുനിന്ന് റിസൈൻ ചെയ്ത് പോവുക എന്തോ ചെയ്തില്ലേ? നോണായിരം മുകളിൽ എത്ര നാൾ പിടിച്ചേക്കാൻ പറ്റും? 3 സെഷൻസ് ഉടുപ്പൂരി പോയി. അതൊക്കെ ഓരോരുത്തർ ചെയ്യുന്നതിന്റെ ഫലം അവർ തന്നെ അനുഭവിക്കാനുള്ളോ? മുമ്പിലാണല്ലോ കളി. അല്ല, ഇപ്പോഴും ഈ ഫേസ്ബുക്കില് സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിട്ട് പ്രചരിക്കുന്ന ഒരു സംഭവം വെച്ചാല്, ഇപ്പം കോടതി ബിഷപ്പ് ഫ്രാങ്കോയെ വെറുതെ വിട്ടെങ്കിലും വത്തിക്കാൻ എന്തുകൊണ്ടാണ് പിന്നെ അദ്ദേഹത്തിന്റെ രാജി എഴുതി മേടിച്ചത് എന്ന് ചോദിച്ചൊരു പോസ്റ്റർ ഇപ്പം പലയിടത്തൂടെ ഓടുന്ന കാണാം. അതൊക്കെയാണ് നമുക്ക് നല്ലതാ. ആ ചോദ്യം നല്ലതാണ്. കാരണം വത്തിക്കാൻ എന്ന് പറയുന്നതും നമ്മുടെ ഇവിടുത്തെ ജുഡീഷ്യറി എന്ന് പറയുന്നതും 2 രീതിയിലാണ്. വത്തിക്കാനിൽ യൂറോപ്പിലൊക്കെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊല്ലത്തിന്റെ ഉള്ളിൽ ആ കേസ് തീരും. അവിടെ അപ്പീലടക്കം ഇപ്പൊ കർദിനാൾ ജോർജ് പെല്ലിന്റെ അപ്പീല് 2 വർഷത്തിന്റെ ഉള്ളിൽ എടുത്ത് അതിന് തീരുമാനം വന്നു. അപ്പോ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വത്തിക്കാനെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ് ആയിട്ട് ഒരു കേസ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നതിന് ശേഷം മാത്രമേ ആ വ്യക്തിയെ, ബിഷപ്പായിക്കോട്ടെ കർദിനാളായിക്കോട്ടെ, രണ്ടാമത് ഏതെങ്കിലും ഒരു ജോലി ഏൽപ്പിക്കുള്ളൂ. പക്ഷേ ഇന്ത്യയിലെ കംപ്ലീറ്റ് സുപ്രീം കോടതി വരെ പോകണമെന്നുണ്ടെങ്കിൽ 30 കൊല്ലം പിടിക്കും. ഇപ്പൊ 10 കൊല്ലം അറൌണ്ട് 8 to 10 years നമ്മുടെ അപ്പീലൊന്ന് എടുക്കാനായിട്ട്, ഹൈക്കോടതിയിൽ അപ്പീൽ എടുക്കാനായിട്ട് എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സുപ്രീം കോടതിയിൽ പോകുമ്പോൾ ചിലപ്പോൾ ഒരു 10-15 കൊല്ലം എടുത്തുകൊണ്ട് വരും. അപ്പോ ആ സ്ഥാനത്ത് ഞാൻ റിസൈൻ ചെയ്യുന്നില്ല എങ്കിൽ ജലന്ധറിലേക്ക് വേറെ ഒരു ബിഷപ്പിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് അവിടുത്തെ ജനങ്ങളോട് ചെയ്യുന്ന അനീതിയല്ലേ? ഈ നമ്മുടെ സഭയിലുള്ള ചില അച്ഛന്മാർ തന്നെ പറയുന്നുണ്ട്, ഒരു ഇന്റേണൽ ആയിട്ട് നമ്മുടെ എന്നോട് കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ സഭയിലുള്ള ഒരു അച്ഛൻ പറയുക ചെയ്തത്, അതായത് ഈ പോപ്പ് വത്തിക്കാനിൽ നിന്ന് ഇതിനെക്കുറിച്ച് ഒരു ഇന്റേണൽ എൻക്വയറി കമ്മീഷനെ വെച്ചു. ആ എൻക്വയറി കമ്മീഷന്റെ കണ്ടെത്തൽ തുടർന്നാണ് ഈ രാജി എഴുതി മേടിച്ചതെന്നൊക്കെ എന്നോടൊരു അച്ഛൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അതിനെ കുറിച്ചൊന്നും ഇല്ല എന്നും പറഞ്ഞു. അച്ഛൻ വ്യഭിചാരം ചെയ്യുന്ന അച്ഛനായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. വിവരം ഉണ്ടെങ്കിൽ പറയില്ല ഇങ്ങനെയൊക്കെ. ശരിക്കും അങ്ങനെ ഒരു വത്തിക്കാൻ ഒരു കമ്മീഷനെ വെച്ചിരുന്നതാണോ? ഹലോ, ഒരിക്കലും ഇല്ലല്ലേ? പക്ഷേ ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഒരു ആഗ്രഹമാണ് അതെ. വിവരം ഉണ്ടെങ്കിൽ ഈ വക സംസാരം ഉണ്ടാവുമോ? കോടതിയിൽ ഒരു താങ്കളുടെ അറിവിന് വേണ്ടിയിട്ട് ഞാൻ പറയാം, കോടതിയിൽ ഒരു കേസ് വന്നാൽ പിന്നെ വത്തിക്കാൻ ആ കേസിൽ ഇടപെടില്ല. കോടതിയുടെ ഡിസിഷൻ എന്താണോ, അത് ശരിയാണോ തെറ്റാണോ എന്ന് വത്തിക്കാന് ഇഷ്യൂ അല്ല. കോടതി വിധി എന്താണോ അത് നമ്മുടെ വത്തിക്കാൻ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് നൂൻഷിയോ എന്റെ റെസിഗ്നേഷൻ മാർപ്പാപ്പ സ്വീകരിച്ചു എന്ന് പറഞ്ഞിരുന്ന സമയത്ത് അതോടൊപ്പം തന്നെ നൂൻഷിയോ പറഞ്ഞു, ഇത് ഒരു അച്ചടക്ക നടപടിയായിട്ട് ആരും കാണരുത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഈ വൈദികര് കാണില്ലേ? മനസ്സിലായ? കാരണം അത്രയും കറപ്ഷനും അഴിമതിയും ഒക്കെ ഉള്ളത് കൊണ്ട് അതിൽ പെട്ടിട്ടുള്ള ടീമുകൾ, ഈ വട്ടോളി ടീം, അങ്ങനെയുള്ള അവരുടെ കൂട്ടാളികളൊക്കെ അവർ തന്നെയാണല്ലോ പറഞ്ഞു വിട്ടത്. കോടതിയിൽ ജയിച്ചത് ബിഷപ്പ് ഉഭയസമ്മതം സമ്മതിച്ചു എന്നും പറഞ്ഞിട്ടും കഥകൾ ഇറക്കിയായിരുന്നല്ലോ. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലേ? ചുമ്മാ അല്ലേ? അതെ, ഓരോരുത്തരുടെ ജീവിതം അവർ പുറത്തോട്ട് വിടുകയാണ്. ഇത് ബിഷപ്പിലേക്ക് ചാർത്തുന്നല്ലോ. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി, അത് ഏത് പദവിയിലോ അതായത് ആ വ്യക്തിയോട് ബിഷപ്പ് കേസിനെ കുറിച്ച് എന്ത് ചോദിക്കുന്നു എന്ന് ചോദിച്ചാൽ അവന്റെ ലൈഫ് എന്താണോ അതനുസരിച്ച് ഉത്തരം പറയും. എത്രയോ ആളുകൾ ഇപ്പൊ എന്റെ അടുത്ത് വരുന്നുണ്ട്, പിതാവെ ഞങ്ങൾക്ക് കേസ് വന്ന അപ്പോഴേ അറിയായിരുന്നു പിതാവ് നിരപരാധിയാണെന്നും ഈ ലോകത്തിൽ ഒരിക്കലും 13 പ്രാവശ്യമല്ല 2 പ്രാവശ്യം പോലും ഒരു വ്യക്തിനെ റേപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് അപ്പോഴേ അറിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് എത്രയോ ആളുകൾ വരുന്നത്. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഒരാളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവൻ സത്യം തിരിച്ചറിയും. ആ ദുഷ്ടാത്മാവാണെങ്കിലോ അവൻ പല മറ്റു കാര്യങ്ങളും പറയും, സത്യം പറയില്ല. അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? ഇല്ല, ഞാൻ അടുത്ത ദിവസം ഞാൻ വന്നു. എല്ലാ ദിവസവും ഉണ്ടല്ലേ ഈ പരിഹാരധ്യാന പരിപാടിയെ? നാളെ രാവിലെ വിളിച്ചോളാം. ഞാൻ വൈഫിനോടും കൂടെ ഒന്ന് ചോദിച്ചിട്ട് എന്നിട്ട് സമയം പോലെ ഏത് ദിവസമാണെന്നുള്ളതൊക്കെ. ശരി. ഓക്കെ, ശരി, എന്നായിക്കോട്ടെ. ഓക്കെ, ദൈവാനുഗ്രഹിക്കട്ടെ. ഫ്രാങ്കോയോട് സ്നേഹപുരസ്കാരം പറയുവാനുള്ളത് കിട്ടിയതൊന്നും പോരെ ഫ്രാങ്കോ. ആദ്യം തന്റെ കഴപ്പ് മാറാനുള്ള പരിഹാരം കണ്ടെത്തിയിട്ട് പോരെ ഫ്രാങ്കോ
നാട്ടുകാരുടെ കടി തീർക്കുവാനുള്ള പരിഹാര പ്രാർത്ഥന. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ഒരു പെട്രോളിംഗ് സർവീസ് നടത്തുന്നത് രാത്രി നല്ലതായിരിക്കും. ആ പട്ടാബുക്ക് ഫ്രാങ്കോയുടെ കുപ്പായത്തിനുള്ളിൽ വെച്ചാൽ മതി. രാത്രി ഓരോ മണിക്കൂറും ഇടവിട്ട് അപ്ഡേഷൻ പെട്രോളിംഗ് ടീമിന് നടത്താവുന്നതാണ്. എന്നാലും നിന്റെ തൊലിക്കട്ടി ഞങ്ങൾ സമ്മതിച്ചു ഫ്രാങ്കോ. ലവന്റെ കടിപരിഹാര പ്രാർത്ഥന. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.